ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 21 വ്യാഴാഴ്ചയാണ്. യുഎസിൽ FOMC മീറ്റിംഗ് കഴിഞ്ഞു. റേറ്റുകളിൽ മാറ്റം വരുത്തിയില്ല. 3 തവണയെങ്കിലും നിരക്കുകൾ കുറയ്ക്കുമെന്ന് ജെറോം പവൽ അറിയിച്ചു. ഈ ഒരു പ്രസ്താവന മാർക്കറ്റുകൾക്ക് വലിയ ശക്തിയാണ് നൽകിയത്. യുഎസിലെ 3 മാർക്കറ്റുകളും ശക്തമായി തന്നെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യുഎസിന്റെ ഫ്യൂച്ചേഴ്സും നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണ്. മാത്രമല്ല US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.26% എത്തി. ഡോളർ ഇൻഡെക്സിലും ഒരു ഇടിവ് കണ്ടു. ഇന്ന് ഓപ്പൺ ചെയ്യാനിരിക്കുന്ന നമ്മുടെ നിഫ്റ്റിയിൽ ഒരു 170 പോയിന്റ്സിന്റെയൊക്കെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം, തെരഞ്ഞെടുപ്പിന് ശേഷം വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിലേക്ക് ഒഴുകുമെന്ന് JP മോർഗൻ പറഞ്ഞിരിക്കുന്നു. JP മോർഗൻ ചെസ് ആൻഡ് കമ്പനിയുടെ രാജീവ് ബത്രയെ പോലുള്ള വിദഗ്ധർ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ ഓഹരികൾ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ വാഗ്ദാനമായ വളർച്ചാ സാധ്യതകളും ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകളുമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇൻഫ്ലോയ്ക്ക് ഉത്തേജകമാകുന്നത്. വലിയ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആഗോള ഫണ്ടുകളുടെ സ്ഥാനം താരതമ്യേന ലഘുവായി തുടരുന്നു. ഇത് കൂടുതൽ നിക്ഷേപങ്ങൾക്കുള്ള സാധ്യതയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ വളരെ പോസിറ്റീവായ ഒരു വാർത്ത തന്നെയായിരുന്നു. 2026 സാമ്പത്തിക വർഷത്തോടുകൂടി LNG ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് 45% കുറയും എന്ന് റിപ്പോർട്ട് പറയുന്നു. ഇറക്കുമതി ചെയ്ത ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG ഇന്ത്യ ആശ്രയിക്കുന്നത് 2020-21 53% നിന്ന് 2025-26 മൊത്ത ഉൽപാദനത്തിന്റെ 45% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഭ്യന്തര ഉൽപാദനത്തിലെ വളർച്ചയാണ് ഇതിന് കാരണം. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇന്ത്യ പ്രതിദിനം ഏകദേശം 30 മില്യൺ മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റേഴ്സ് പുതിയ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. 2024-25 15 ദശലക്ഷം മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റേഴ്സ് പ്രകൃതിവാതകം അധികമായി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. COVID-19 പാൻഡമിക്കും റഷ്യ ഉക്രൈൻ തമ്മിലുള്ള സംഘർഷവും ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും ഒക്കെയാണ് ഫിനാൻഷ്യൽ ഇയർ 2021 ഫിനാൻഷ്യൽ ഇയർ 2023 പ്രകൃതിവാതക ഉപഭോഗം കുറയാൻ കാരണമായത്. എന്തായാലും വളരെ പോസിറ്റീവായ ഒരു വാർത്ത തന്നെയായിരുന്നു. പ്രകൃതിവാതക പര്യവേഷണം, ഉൽപാദനം, വിതരണം അല്ലെങ്കിൽ അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ നേരിട്ട് ഏർപ്പെടുന്ന കമ്പനികൾക്ക് ഇത് ഗുണകരമാവാൻ സാധ്യതയുള്ള വാർത്തയാണ്. ONGC, ഓയിൽ ഇന്ത്യ, ഗെയിൽ എന്നീ കമ്പനികളൊക്കെ ഫോക്കസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് ടെലികോം സെക്ടറിലേക്ക്. ഇന്ത്യയിലെ ആളുകൾ 4G ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ 5G ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിലെ ആളുകൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഡാറ്റയുടെ അളവ് ഓരോ വർഷവും ഏകദേശം 26% വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ഒക്ടോബറിൽ 5G ആരംഭിച്ചത് മുതൽ ആളുകൾ കൂടുതൽ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കുന്നതിന്റെ ഒരു വലിയ കാരണം 5G തന്നെയാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഒരു വാർത്ത എന്തായാലും ജിയോ, എയർടെൽ എന്നീ കമ്പനികൾക്കൊക്കെ വളരെ ഗുണകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. നിഫ്റ്റിയിലേക്ക് 21,839 21 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ സെന്റിമെന്റിന്റെയും ഇന്ത്യയുടെ ഡയറക്ട് ടാക്സ് കളക്ഷന്റെയും വെളിച്ചത്തിലാണ് ഇന്നലെ നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു എക്സ്ട്രീംലി വോളറ്റൈൽ ഡേ ആയിരുന്നു ഇന്നലെ കണ്ടത്. ഇന്നലെ 21,710 എന്ന ലോ ടച്ച് ചെയ്ത നിഫ്റ്റി 21,930 എന്ന ഹൈയും ടച്ച് ചെയ്തിരുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ഡൈവേർജൻസ് കാണിക്കുന്നത് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. ഒരു ഓവറോൾ സെന്റിമെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടാണ് ഇപ്പോഴും നിഫ്റ്റി ഉള്ളത്. അടുത്തത് ഡെയിലി ക്യാൻഡിൽ. ഒരു ഡോജി ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇൻഡിസിഷൻ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബുൾസും ബിയേഴ്സും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ഇന്നലെ അവിടെ കണ്ടതും. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,300 സ്ട്രൈക്കിലും അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,500 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,800 സ്ട്രൈക്കിലും അതിനുശേഷം 21,700 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,800-ഉമാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,800 സ്ട്രൈക്കിൽ 34% വർധനമാണ് കാണുന്നത് പുട്ട് സൈഡിൽ. എന്നാൽ അവിടെ ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 6% മാത്രം വർധനമാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്.
അടുത്തത് 21,750 സ്ട്രൈക്കിൽ 78% വർധനമാണുള്ളത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 89% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കോൾ സൈഡിലുള്ളത്. 21,850 സ്ട്രൈക്കിൽ 54% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിലേക്ക് വന്നാൽ 31% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു മുൻതൂക്കം പുട്ട് സൈഡിന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,310 73 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 9ാമത്തെ ദിവസമാണ് ബാങ്ക് നിഫ്റ്റി റെഡിൽ ക്ലോസ് ചെയ്യുന്നത് എന്നോർക്കുക. ഡെയിലി ബോളിഞ്ചർ ബാൻഡിന്റെ ലോവർ എൻഡ് ഉള്ളത് 45,800 ലെവലിലാണ്. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നു. കൂടാതെ റൈസിംഗ് ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിൽ 46,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000 അതിനുശേഷം 45,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,500. ഇന്ത്യ വിക്സിലേക്ക് 13.47 എന്ന നിലയിൽ 4.53% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡർ മാർച്ച് 21 വിപണിയിൽ അരങ്ങേറ്റം കുറിക്കും. അവസാന ഇഷ്യൂ വില ഒരു ഷെയറിന് 715 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി RVNL ആണ്. സെക് HQ ഇലക്ട്രിക് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ 167.28 കോടി രൂപയുടെ ഇലക്ട്രിക് ട്രാക്ഷൻ സിസ്റ്റം പ്രൊജക്ട് കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് സാസ്കൻ ടെക്നോളജീസ്. അനൂപ് സിലിക്കൺ സർവീസിൽ 60% ഓഹരികൾക്കായി കമ്പനി 33.20 കോടി രൂപ നിക്ഷേപിച്ചു. മറ്റൊരു വാർത്ത ടെക്സ്മാക്കോ പൈപ്സ് ആൻഡ് പ്രൊഡക്ട്സിനെ സംബന്ധിച്ചാണ്. ശ്രീ വെങ്കിടേഷ് ഇലക്ട്രോണിക്സിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ 51% കമ്പനി ഏറ്റെടുത്തു. ഏറ്റെടുക്കൽ ചെലവ് 20.61 കോടി രൂപയാണ്. അടുത്തത് ICICI ബാങ്ക് ആണ്. കമ്പനി പ്രോസസ് സർവീസസ് ഇന്ത്യയുടെ 22,500 ഓഹരികൾ വാങ്ങി. പ്രോസസ് സർവീസസ് ഇന്ത്യ കമ്പനിയുടെ ഒരു സബ്സിഡറി ആയി മാറി. മറ്റൊരു കമ്പനി ഡോംസ് ഇൻഡസ്ട്രീസ് ആണ്. സ്കിഡോ ഇൻഡസ്ട്രീസിൽ 51% ഓഹരികൾ സ്വന്തമാക്കാൻ കമ്പനി 5.1 മില്യൺ രൂപ നിക്ഷേപിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ബയോകോൺ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇൻഡസ് ടവേഴ്സ്, പിരാമൽ എന്റർപ്രൈസസ്, RBL ബാങ്ക്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10 മണിയോടുകൂടിയാണ്. 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു സെഷൻ തന്നെയാണ്. ഈ ലൈവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ 9 മണി മുതൽ നമ്മുടെ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിലും തൊട്ട് താഴെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളിലേക്ക് ആദ്യം സ്വാൻ എനർജിയാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 588.50 ആണ്. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 695, സെക്കൻഡ് ടാർഗറ്റ് 780, തേർഡ് ടാർഗറ്റ് 900. സ്റ്റോപ്പ് ലോസ് 530. മറ്റൊരു സ്റ്റോക്ക് മാപ്പ് മൈ ഇന്ത്യയാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1790, ഫസ്റ്റ് ടാർഗറ്റ് 1915, സെക്കൻഡ് ടാർഗറ്റ് 2070. സ്റ്റോപ്പ് ലോസ് 1600. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ സ്റ്റോക്കുകൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിൽ ട്രേഡ് എടുക്കുക. അടുത്ത സെഗ്മെന്റിലേക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. സഫയർ ഫുഡ്സ് ഫെബ്രുവരി 23 എൻട്രി എടുക്കുന്നത്. 1533 എന്ന നിലയിൽ നിന്നും 1616 വരെ സ്റ്റോക്ക് അപ്പായി 5.1% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ബജാജ് ഫിനാൻസ്. മാർച്ച് 19 6627 എന്ന നിലയിൽ എൻട്രി എടുത്തു. 6719 വരെ സ്റ്റോക്ക് അപ്പായി 1.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് പ്രാജ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. മാർച്ച് 18 481 എന്ന നിലയിൽ നിന്നും 506.90 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിലും ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് CG പവർ ആണ്. മാർച്ച് 20 492 എന്ന നിലയിൽ എൻട്രി എടുത്തു. 517 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഇൻട്രാഡേയിൽ തന്നെ നമുക്ക് 4.80% പ്രോഫിറ്റായി ലഭിച്ചു.
അടുത്തത് എഫ് ആൻഡ് സെഗ്മെന്റിലേക്ക്. മാരുതി 11,300 CE ആയിരുന്നു പറഞ്ഞത്. മാർച്ച് 18-നായിരുന്നു എൻട്രി എടുക്കുന്നത്. 366.95 നിന്നും 615 വരെ സ്റ്റോക്കപ്പായി. ഏകദേശം 40% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് 960 PE ആയിരുന്നു പറഞ്ഞത്. മാർച്ച് 19-നാണ് എൻട്രി എടുക്കുന്നത്. 16.70 എന്ന നിലയിൽ നിന്നും 46 വരെ സ്റ്റോക്കപ്പായി. 63% പ്രോഫിറ്റായി ലഭിച്ചത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIIs 2,599 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 2,667 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വീണ്ടും സെല്ലിങ്ങിലേക്ക് FIIs പോയി എന്നാണ് ഇവിടെ കാണുന്നത്. US മാർക്കറ്റുകൾ ഇന്നലെ US മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നിർണായക ദിവസം തന്നെയായിരുന്നു. വാൾസ്ട്രീറ്റിലെ 3 ഇൻഡെക്സുകളും ബുധനാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഫെഡറൽ റിസർവ് റേറ്റുകളിൽ മാറ്റം വരുത്തിയില്ല. ഈ വർഷം 3 തവണയെങ്കിലും നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ശക്തിപ്പെടുത്തിയതും വിപണിയെ കൂടുതൽ ശക്തി പകർന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഡൗ ജോൺസ് 1.03% ഉയർന്നത്. നാസ്ഡാക്ക് 1.25% ഉയർന്നു. S&P 500 0.89% ഉയർന്നുമാണ് ക്ലോസ് ചെയ്ത്. ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത് സ്മോൾ ക്യാപ് സെഗ്മെന്റിലായിരുന്നു. റസൽ 2000 2% ഉയരുകയുണ്ടായി. സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിൽ മൈക്രോൺ ടെക്നോളജി ഏർണിംഗ്സിന് ശേഷം 16% ഉയർന്നു. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് റസൽ 2000 2% ഉയരുകയുണ്ടായി. 2 മാസത്തിനിടയിലെ ഏറ്റവും നല്ല ദിവസം തന്നെയായിരുന്നു ഇന്നലെ റസൽ 2000-നെ സംബന്ധിച്ച്. S&P 500-ലെ 11 സെക്ടറുകളിൽ 9 സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. അതിൽ തന്നെ 5 സെക്ടറുകളും 1% മുകളിൽ നേട്ടമുണ്ടാക്കിയാണ് ക്ലോസ് ചെയ്ത്. സ്റ്റോക്കുകളിൽ ആമസോൺ 1.3% ഉയർന്നു. ടെസ്ല 2.5% ഉയരുകയുണ്ടായി. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ഇൻഫോസിസ് 0.42% ഉയർന്നു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്ത്. ബാങ്കിംഗ് സൈഡിലേക്ക് വന്നാൽ ICICI ബാങ്ക് 1.08% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.52% ഉയർന്നത്. ആക്സിസ് ബാങ്ക് 0.51% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. മേക്ക് മൈ ട്രിപ്പാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത്. 3.30% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും പോസിറ്റീവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.17% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.28% ഉയർന്നും. നാസ്ഡാക്ക് 0.46% ഉയർന്നും. റസൽ 2000 0.24% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഫെഡറൽ മീറ്റിംഗിന് മുന്നോടിയായി ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.01% ഇടിവുണ്ടാക്കിയപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.48% ഇടിഞ്ഞത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.15% ഉയർന്നപ്പോൾ സ്റ്റോക്ക് 600 0.02% ഉയർന്നും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്നലെ UK ഇൻഫ്ലേഷൻ ഫെബ്രുവരിയിൽ പ്രതീക്ഷിച്ചതിലും താഴ്ന്ന നിലയിൽ 3.4% കുറഞ്ഞു. ജനുവരിയിൽ അത് 4% എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡാറ്റ തന്നെയാണ് പുറത്തു വന്നത്. ഇനി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.02% നേട്ടത്തിലും CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും FTSE 0.01% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് ഫോക്കസിലുള്ളത് ജപ്പാൻ മാർക്കറ്റ് നിക്കി തന്നെയാണ്. ഓൾ ടൈം ഹൈ നിക്കി ടച്ച് ചെയ്തിരിക്കുന്നു. ഇനി ചൈനയിലേക്ക് വന്നാൽ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന 1 വർഷത്തെയും 5 വർഷത്തെയും വായ്പാ പ്രൈം നിരക്കുകൾ യഥാക്രമം 3.45%, 3.95% എന്ന നിലയിൽ മാറ്റമില്ലാതെ നിലനിർത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.34% നേട്ടത്തിലാണ്. 40,000-ന് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 1.47% നേട്ടത്തിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.67% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വന്നാൽ 22,081 എന്ന നിലയിൽ 156 പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റിയിൽ ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. 170 മുതൽ 180 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് സ്ഥിരമായി നിലനിർത്തുകയും ഡിമാൻഡ് ആശങ്കകൾ തുടരുന്നതും കൊണ്ട് തന്നെ ബുധനാഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത് $86.38 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.26% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $81.62 പെർ ബാരൽ എന്ന നിലയിൽ 0.43% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ ET Now, മണി കൺട്രോൾ, ബിസിനസ് ലൈൻ എന്നിങ്ങനെയുള്ള ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതോ ലൈക്ക് ചെയ്യാത്തതോ ആയി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.